ഹായ് ഡിയേഴ്സ്, കെമിക്കൽ ബോണ്ടിങ് എന്നുള്ള ചാപ്റ്ററിലെ ഒരു സിമ്പിൾ ട്രിക്കുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഒരു സ്പീഷീസ് എന്നാൽ അത് പാരാമാഗ്നറ്റിക് ആണോ ഡയമagnetic ആണോ എന്ന് കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ ട്രിക്കാണിത്. ഈ ട്രിക്ക് മനസ്സിലാക്കാൻ നമ്മൾ രണ്ട് സംഗതികൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. All odd electrons, 10 electrons, 16 electron species are paramagnetic and all even electron species are diamagnetic. എല്ലാ ഓഡ് ഇലക്ട്രോൺ സ്പീഷീസുകളും 10 ഇലക്ട്രോൺ ഉള്ളതും 16 ഇലക്ട്രോൺ ഉള്ളതുമായ സ്പീഷീസുകളും പാരാമാഗ്നറ്റിക് ആണ്. എന്നാൽ എല്ലാ ഈവൻ ഇലക്ട്രോൺ സ്പീഷീസുകളും ഡയമagnetic ആണ്. ഇത്രയും ഓർത്തു വെച്ചാൽ നമുക്ക് ഏത് സ്പീഷീസ് തന്നാലും അത് പാരാമാഗ്നറ്റിക് ആണോ ഡയമagnetic ആണോ എന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. കുറച്ച് സ്പീഷീസ് പാരാമാഗ്നറ്റിക് ആണോ ഡയമagnetic ആണോ എന്ന് കണ്ടുപിടിച്ചാലോ? ആദ്യത്തെ സ്പീഷീസ് N2വിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 7 + 7 = 14. അത് ഈവൻ നമ്പർ ആണ്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് ഇറ്റ് ഈസ് ഡയമagnetic. അടുത്ത N2+ൽ 13 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ് ആണ്, അതുകൊണ്ട് പാരാമാഗ്നറ്റിക്. N2+, അതിൽ 12 ഇലക്ട്രോൺസ് ആണുള്ളത്. ഈവൻ നമ്പർ ആണ്, അതുകൊണ്ട് ഡയമagnetic. അടുത്ത N2 നോക്കിക്കേ, നമ്മുടെ സ്പെഷ്യൽ കേസാണ്. 7 + 7 + 2 ദാറ്റ് ഈസ് 16 ഇലക്ട്രോൺസ്. 16 ഇലക്ട്രോൺ ഉണ്ട്. 16 ഇവൻ നമ്പർ ആണെങ്കിലും നമുക്കറിയാം 16 ഇലക്ട്രോണുള്ള സ്പീഷീസ് പാരാമാഗ്നറ്റിക് ആണ്. അടുത്ത സ്പീഷീസ് O2, 8 + 8 16 ഇലക്ട്രോൺസ് പാരാമാഗ്നറ്റിക്. O2- 17 ഇലക്ട്രോൺസ് പാരാമാഗ്നറ്റിക്. O2 - 18 ഇലക്ട്രോൺസ് ഡയമagnetic. O2 + 15 ഇലക്ട്രോൺസ് പാരാമാഗ്നറ്റിക്. O2 + 14 ഇലക്ട്രോൺസ് ഡയമagnetic. അപ്പോൾ ഇവിടെ ഓക്സിജനിൽ 16 ഇലക്ട്രോൺസ് ആണ്. ഈവൻ നമ്പർ ആണെങ്കിലും എക്സെപ്ഷണൽ കേസാണ്, അതുകൊണ്ട് പാരാമാഗ്നറ്റിക്. അടുത്ത സ്പീഷീസ് CO, 14 ഇലക്ട്രോൺസ് ഡയമagnetic. CO + 13 ഇലക്ട്രോൺസ് പാരാമാഗ്നറ്റിക്. CO - 15 ഇലക്ട്രോൺസ് പാരാമാഗ്നറ്റിക്. അപ്പോൾ ഈ ട്രിക്ക് ഉപയോഗിച്ച് പാരാമാഗ്നറ്റിക് ആണോ ഡയമagnetic ആണോ എന്ന് കണ്ടുപിടിക്കാൻ മനസ്സിലായല്ലോ. അടുത്ത ട്രിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.